അസ്സലാമു അലൈക്കും. SKSSF കട്ടത്തടാകയെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് കുറേ ദിവസമായി ഞാൻ ആലോചിക്കുന്നു. ഇന്നാണ് എനിക്കതിന് അവസരം കിട്ടിയത്. ആ അവസരം തന്ന റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് ഖൈർ. ആമുഖമായി ഒന്ന് പറയട്ടെ, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയവൻ ആരാണോ അവന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ആമീൻ. ഞാനൊരു AP സുന്നി പ്രവർത്തകനായതുകൊണ്ട് എൻ്റെ ഈ ദുആക്ക് കട്ടത്തടാകയിലെ ചേലാരികൾ ആമീൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് അനുഭവം എനിക്കുണ്ട്. നിങ്ങളോട് 2 വാക്ക് പറയാൻ ഞാനൊരു പ്രഭാഷകനോ പണ്ഡിതനോ അല്ല. പക്ഷേ SSFന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളോട് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്. SKSSFന്റെ പല ഗ്രൂപ്പിലും പോയിട്ടുണ്ട്. മുജാഹിദ് വഹാബികൾ പ്രസ്ഥാനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ മനസ്സുകൊണ്ട് ഏറ്റവും വെറുക്കുന്ന വഹാബി പ്രസ്ഥാനത്തിലും ആ ഗ്രൂപ്പിൽ പോലും കിട്ടുന്ന മാന്യത പോലും തരാത്ത ഒരു ചേലാരി ഗ്രൂപ്പുണ്ടേൽ അത് SKSSF കട്ടത്തടാകയാണ്. കട്ടത്തടാകയിൽ ഒരു പക്ഷേ നല്ല പ്രവർത്തകരുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഈ പേര് കൊണ്ട്, ഈ ഗ്രൂപ്പ് കൊണ്ട് അവർക്ക് പോലും മോശമാണ് എന്ന് ഞാൻ ആദ്യമായി ഉണർത്തുന്നു. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയവന് ഒരിക്കലും ദുനിയാവിലോ ആഖിറത്തിലോ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ ഗ്രൂപ്പ് കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി ഒത്തുകൂടാൻ ഒരു അവസരം ഉണ്ടാക്കിയതാണ്. ആ അവസരം ഉണ്ടാക്കിയവൻ അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ നിർബന്ധമായും കണക്ക് പറയേണ്ടി വരും. നമ്മളൊരു സലാത്ത് മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ, സലാത്തിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഒരേ സ്വലാത്തിനും നമ്മൾ അതിലിടുന്ന ഒരേ സ്വലാത്തിനും നബിവചനങ്ങൾക്കും അതിൻ്റെ ഒരു പ്രതിഫലം ആ ഒത്തുകൂടാൻ അവസരം ഉണ്ടാക്കിയവനും അള്ളാഹു കൊടുക്കും. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഈ ഗ്രൂപ്പിൻ്റെ പുറന്താളുകൾ മറച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. 1000 ചില്ലാൻ ഫോട്ടോസുകളുണ്ട് ഇതിൽ. അതിൽ 80-90% പരിഹാസമായിട്ടുള്ള ഫോട്ടോസുകൾ. ഇതിൽ പേരെടുത്ത് പോലും പരിഹസിക്കുന്ന കട്ടത്തടാക നേടിയ ചേലാരി പ്രവർത്തകര് വെറും പരിഹാസം. ആദർശപരമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലവര്. ഇവര് വെല്ലുവിളി നടത്തും. വെല്ലുവിളി ചോദിച്ച് നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയാൽ അതിനിടയ്ക്ക് പരിഹാസം കൊണ്ടുവരും. SSFന്റെ പല പ്രവർത്തകർക്കും ഇവരോട് സംവാദിക്കാനോ റിപ്ലൈ കൊടുക്കാനോ തയ്യാറല്ല. മടിയാണ്, വല്ലാത്ത മടിയാണ്. അവർ പറയും, ഇവരെ പോലെ തരം താഴാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഇവരെ ചർച്ചകളും ഇവരെ ബ്ലോഗുകളും ഇവരെ ഫോട്ടോസും നോക്കിയാൽ ഏതൊരു സാധാരണക്കാരനക്കും അറിയാം, ഒരു പ്രവർത്തനം ഒരു സംഘടനയും ഇല്ലാത്ത സാധാരണക്കാരനക്ക് വന്നാലറിയാം ഇത് ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയവനോട് ഞാൻ പറയുന്നു, മോനെ, നീ നല്ല രീതിയിൽ ഈ ഗ്രൂപ്പിൽ നീ പരസ്യമായിട്ടൊരു മാപ്പ് പറഞ്ഞോ, പരസ്യമായിട്ടൊരു പ്രസ്താവന അടിച്ചിറക്കിക്കോ. ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല ഞാനിത്. ഒന്നില്ലെങ്കിൽ നീ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തോ, അതല്ലെങ്കിൽ നീ എല്ലാവർക്കും ബാൻ ചെയ്തോ. ഇതല്ലെങ്കിൽ നാളെ നിനക്ക് നിന്റെ ആഹിറം, നിനക്ക് ഒരു പക്ഷേ നിനക്ക് നിന്റെ ദുനിയാവും ആഹിറവും ഇതുകൊണ്ട് നിനക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വെറും പരിഹാസം, എവിടെ നോക്കിയാലും പരിഹാസം. ഇഷ്ടംപോലെ ഉസ്താദുമാരെ തെറി പറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട്. ഏതെങ്കിലും ഒരു SSFന്റെ പ്രവർത്തകൻ നിങ്ങളെ ഉസ്താദിനെ പറഞ്ഞ വാക്ക് പോലെ നിങ്ങളെ ഏതെങ്കിലും ചെറിയ പണ്ഡിതനെ പോലും SSFന്റെ ഏതെങ്കിലും പ്രവർത്തകൻ പറഞ്ഞതായി നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും കഴിയൂല. എന്നാലോ അത് പറയാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. പക്ഷേ ഞങ്ങളെ നേതൃത്വവും ഞങ്ങളെ ഉസ്താദുമാരും അതിനോട് അനുകൂലിക്കുന്നില്ല. ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത് ഇഷ്ടമല്ല. പുഞ്ചിരി കൊണ്ട് ആദർശപരമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാനൊരു മുസ്ലിം, നിങ്ങളൊരു മുസ്ലിം എന്ന നിലക്കാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നതും നിങ്ങളോട് ഞാൻ ചർച്ചകൾക്ക് തയ്യാറായതും.
പക്ഷേ AP സുന്നികൾക്ക് സലാം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ചേളാരിയിലെ കട്ടത്തടാകയിലെ ചേളാരികളാണ് ഇവിടെയുള്ളത്. ഞാൻ ഷംസുലുലമക്കും AK ഉസ്താദിനും കന്യത്ത് ഉസ്താദിനും ഷിഹാബ് തങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തിട്ട് അതിനുപോലും ആമീൻ പറയാൻ തയ്യാറാവാത്തവരാണ് ചേളാരിയിലെ കട്ടത്തടാകക്കാര്. നാളെ നമുക്ക് വേണ്ടി ഇവരിൽ നിന്നൊരു ദുആ കിട്ടുമെന്ന്, ഒരു ആമീൻ കിട്ടുമെന്ന് എന്റെ ഒരൊറ്റ പ്രവർത്തകരും നിങ്ങൾ വിചാരിച്ചു പോകരുത്. പക്ഷേ പല ചേളാരികൾക്ക് ഇപ്പം മനസ്സു മാറി. അവരെ നല്ല വർത്തമാനവും നല്ല ചർച്ചയുമായി വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷേ നിങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളെ, നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. സ്വയം വിലയിരുത്തിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ പറഞ്ഞു തരുന്നതിനും ഭേദം കട്ടത്തടാകിലെ മൊത്തം ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. എങ്ങനെയൊക്കെയോ പറയാൻ പറ്റുന്നോ ആ രൂപത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രമാത്രം പരിഹസിച്ചും കളിയാക്കുകയും ചെയ്ത AP ഉസ്താദിനെ, ആ AP ഉസ്താദിന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്തിട്ട് നോക്കതില്. ദുആ ചെയ്തവൻ ദുആക്ക് ഇജാബത്തുള്ളവനാണോ, മുജാഹിദാണോ, വഹാബിയാണോ, ചേളാരിയാണോ എന്ന് വേർതിരിവില്ലാതെ ആരായിക്കോട്ടെ അതിന് ഞങ്ങൾ ആമീൻ പറയും. കാരണം ആ പറഞ്ഞ വ്യക്തി ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത്? ആ ദുആ ചെയ്ത ഉസ്താദിനോട് ഞങ്ങൾക്ക് കാണിക്കുന്ന ബഹുമാനം, ഞങ്ങൾക്ക് ആ ഉസ്താദിനോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സ്നേഹമുണ്ട്. ഒരു പക്ഷേ ആരെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഏതാമീൻ കൊണ്ട്, ചിലപ്പോ ഒരു മനുഷ്യന്റെ ആമീൻ കൊണ്ട് പ്രാർത്ഥിച്ചവനക്ക് അവൻ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നത് ചില ആമീൻ കൊണ്ടാണ്. ചില ആമീൻ പറയുമ്പോൾ ചിലപ്പോ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചെന്ന് വരും. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, മഹാന്മാർക്ക് വേണ്ടി നല്ലത് പറയുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കുക. ഒരാൾ ഉസ്താദ്മാരിങ്ങനെ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ അവനക്ക് ലൈക്കടിച്ചവനെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാതെ, കട്ടത്തടാക ഒരു പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു മാന്യത നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. മറ്റുള്ള ഗ്രൂപ്പിൽ പോയി നോക്കുക. ഏത് ഗ്രൂപ്പിലുണ്ട് ഉസ്താദ്മാരെ പരിഹസിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത്? ഈ അവസരം കൊടുത്തവൻ, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയവൻ ചിലപ്പോൾ ഒരു പക്ഷെ നിരപരാധിയായിരിക്കാം, അവനൊന്നും അറിയുന്നില്ല. പക്ഷെ അവനോട് ഞാൻ ഉണർത്താനുള്ളത്, മൊത്തമൊന്ന് വിലയിരുത്തുക. ഉസ്താദ്മാരെ പരിഹസിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് നീ ഉണ്ടാക്കിയതാണെങ്കിൽ നിനക്കിതുകൊണ്ട് ദുനിയാവും ആഹിറവും നിനക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും. നിനക്ക് വേണ്ടി നീ ആരൊക്കെ ഉസ്താദുമാർക്ക് വേണ്ടി കുറ്റം പറയുന്നുവോ, പരിഹസിക്കുന്നുവോ, കളിയാക്കുന്നുവോ, ഉസ്താദുമാരെ, തങ്ങന്മാരെ, സയ്യിദന്മാരെ പച്ചെറിച്ച് തിന്നുന്നുവോ, അതിനെല്ലാം ഒരു വിഹിതം നീ നാളെ നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് നീ ഓർക്കുക. ഒന്നില്ലെങ്കിൽ നല്ല മാന്യതമായുള്ള സംസ്കാരം, അതിൻ്റെതായ ഒരു അജണ്ട നീ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ആ ഗ്രൂപ്പ് കൊണ്ട് നിനക്ക് ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഉസ്താദുമാരെ ആരാണ് ചീത്ത പറഞ്ഞത്, തെറി പറഞ്ഞതെന്ന് ഞാനിൽ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇടുന്നുണ്ട്. ചാറ്റ് ചെയ്തത് ഉണ്ടാക്കിയതല്ല. ഈ കട്ടത്തടാകയിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന തെളിവുകളാണ് ഇതൊക്കെ. എന്നിട്ട് നിങ്ങൾ വിലയിരുത്ത്, ആരാണ് ഉസ്താദുമാരെ ചീത്ത പറയുന്നത്, ആരാണ് ചീത്ത പറഞ്ഞതെന്നും. അപ്പോ നിങ്ങൾക്കറിയാം. ഇനി അതെല്ലാം മാറ്റി നല്ല നല്ല ആശയവുമായി, നല്ല നല്ല ആദർശപരവുമായിട്ടുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. എല്ലാത്തിനും, എല്ലാ നിലക്കും. അല്ലാഹുവേ, അള്ളാഹു കട്ടത്തടായുള്ള എല്ലാ ചേളാരി പ്രവർത്തകർക്കും, എല്ലാ മെമ്പേഴ്സിനും അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ, സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ, ഹൈറും ബർക്കത്തും നൽകട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല അല്ലാ. രാവിലെ വന്നോളും കോറെ ചേളാരികൾ, ഉസ്താദെ പരിഹസിക്കാൻ ഫർളാക്കിയ ചേളാരികൾ, ഉസ്താദെ കുറ്റം പറയാൻ AP ഉസ്താദെ അറിയാത്ത ചേളാരികൾ. ആളില്ല നേരത്ത് വെല്ലുവിളികൾ ജോറാണ്, AP പ്രവർത്തകരെ കണ്ടാലോ സമയത്ത് എല്ലാരും ഓടിയൊളിക്കും, കട്ടത്തടാക മൊത്തം ഓടിയൊളിക്കും. ഉസ്താദെ കൂടുതൽ കളിയാക്കുന്നോർക്കിവിടെ ഈ ഗ്രൂപ്പിൽ വല്ല സമ്മാനവും ഉണ്ടോന്ന്
പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട് റഹ്മാനെ. കാരണമെന്താ ഉസ്താദെ, കുറ്റം പറയാനായി മാത്രം മത്സരിക്കുകയാണിവിടെ. ഉസ്താദ് ആരേലും വന്നു തെറി പറഞ്ഞാലോ, ആരെങ്കിലും ഉമ്മാക്ക് ഒരുത്തൻ വിളിച്ചാലോ, ഓടി വന്ന് ലൈക്കടിക്കും. കട്ടത്തടക പൊട്ടി പൊട്ടി ചിരിക്കും. ഈ ചിരി മാറുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് ഓർക്കണം കൂട്ടരെ. അല്ലാഹു കാത്തിടട്ടെ എല്ലാരേ.